എടാ, ഈ 3 കല്ലിൽ ഏതെങ്കിലും ഒന്ന് കപ്പൽ വീണാൽ എന്റെ ലവ് സക്സസ് ആവും. ഇല്ലെങ്കിൽ പോയി. അല്ലല്ല, ഈ ഗെയിം ക്യാൻസൽ. ഒരു ചാൻസ് കൂടി വേണം. എടി, അജയുടെ അടുത്ത് വെച്ച് അവ അങ്ങനെ പറഞ്ഞേ? അതേന്നെ, ഞാൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയോ? നിങ്ങളുടെ അഫയറിനെ കുറിച്ച് അവൻ അറിയില്ലായിരിക്കും. അല്ലല്ല, അറിഞ്ഞോണ്ട് തന്നെ വന്നതാ. എടി ഗീതേ, നീ അവനെ എനിക്ക് ഒന്ന് പരിചയപ്പെടുത്തടി. ബോയ് ഫ്രണ്ട് ഇല്ലാതെ ആകെ ബോറടിച്ചിരിക്കുക. ആളെങ്ങനെ? ഹാൻഡ്സോ? മാങ്ങേണ്ടി പോലൊരു മുഖം. ഇനി എന്റെ മുന്നിൽ അങ്ങനെ വന്നാലുണ്ടല്ലോ. ഹലോ, നമസ്കാരമുണ്ട്. ഐ ലവ് യു. എന്താ ഇയാൾ കളിക്കാ? No, I'm very serious. ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന അജയ് ആരാണെന്ന് അറിയാം. നീ അവനെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പൊ മനഃപൂർവ്വം ഡിസ്റ്റർബ് ചെയ്യാൻ തന്നെ ഇറങ്ങിയിരിക്കല്ലേ? അയ്യോ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലാന്നേ. നീ അജയനെ സ്നേഹിക്കുന്നു കരുതി ഞാൻ നിന്നെ സ്നേഹിച്ചോടുന്നില്ലല്ലോ. ഉണ്ടോ? തനിക്ക് പ്രേമിക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അതെന്താ അങ്ങനെ ചോദിച്ചേ? പ്രേം ഒരു ദിവ്യമായ വികാരമാണ്. അല്ലാതെ ഏതോർത്തും ബിൽഡിങ്ങിന്റെ മുകളിൽ ചാടുന്നു പറഞ്ഞപ്പോ അവനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കഷ്ടമായി പോയി. ഇതാണോ യഥാർത്ഥ പ്രേമം? അതൊക്കെ എന്റെ ഇഷ്ടം. ഹേയ്, നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഫീൽ മൈ ലവ്. എന്റെ സ്നേഹം നീ ഒന്ന് അറിഞ്ഞാ മതി. നോക്കൂ, നിന്നെ പോലെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്നവർ എനിക്ക് തീരെ ഇഷ്ടമല്ല. I hate such personalities. I hate you. ഇവൻ എവിടെ പോയിരിക്കേ? സക്സസ്! എന്റെ ലവ് സക്സസ്! ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ്സ്. ദബണ്ടി, ഗീതനോട് പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞെന്നറിയോ? ഐ ഹേറ്റ് യു. അതേടാ, ഗീതനോട് ഐ ഹേറ്റ് എന്ന് പറഞ്ഞു. സത്യമായിട്ടും ഐ ഹേറ്റ് എന്ന് പറഞ്ഞാണോടാ നീ ചോക്ലേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്? മണ്ടൂസ്, എന്റെ അമ്മേ, ഇവനൊന്ന് പറഞ്ഞു കൊടുക്കടാ. ഡേയ്, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലേ നിനക്ക്? അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്നാ. ഒരു ഫീലിംഗ്സ് ഇല്ലാത്തതിനേക്കാൾ നല്ലതല്ലടാ എന്നോട് അല്പം വെറുപ്പെങ്കിലും ഉണ്ടായിരിക്കുന്നത്. അതെ, പ്രേമമാണെങ്കിലും വെറുപ്പാണെങ്കിലും മനസ്സിൽ തന്നെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോ അവളുടെ മനസ്സിൽ ഞാൻ ഉണ്ടെന്നല്ലേ അർത്ഥം? ഇവന് വട്ടായി പോയെന്നാ തോന്നുന്നത്. ആ ആര്യ കാരണം നമുക്കൊന്ന് സംസാരിക്കാൻ കൂടി കഴിയുന്നില്ല. നീയാണെങ്കിൽ ലൈബ്രറിയും ക്ലാസ് എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പാർക്കി വരാൻ പറഞ്ഞത്. ഇവിടെ ആകുമ്പോൾ ആരും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ലല്ലോ. കറക്റ്റാ ബോസ്, ഇവിടെ ആവുമ്പോൾ നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. എന്താടാ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നു? ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ബോസ്. ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ പിന്നെ എന്താ നോക്ക് ബോസ്, പ്രേമം സത്യമാണെങ്കിൽ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഡിസ്റ്റർബ് ചെയ്താൽ അത് നശിക്കാനും പോകുന്നില്ല. പ്രേമം ഒരു മഹാകാവ്യമാണ്. ഈ പ്രപഞ്ചം നമുക്കായി നൽകിയ ദിവ്യ വികാരം. പ്രേമിക്കുന്നവർ സ്വയം മറക്കണം. ഈ പ്രപഞ്ചം തന്നെ മറന്നുകൊണ്ട് പ്രേമിക്കണം. അയ്യോ, നിങ്ങൾക്ക് പ്രേമിക്കാനേ അറിയില്ല. കമോൺ ഇവിടെ ചേർന്നിരിക്കേ. രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കിയിരിക്കണം. കോൺസെൻട്രേറ്റ്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒന്നും നിങ്ങൾ അറിയുന്നേയില്ല. കാറ്റിന്റെ ശബ്ദവും ഈ പുഴയുടെ ഓളവും ആ ഫ്ലൈറ്റിന്റെ സൗണ്ട് പോലും അറിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഇല്ല. ഇവരോടെ പോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കേ, നോ പ്രോബ്ലം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എനിക്കും ഒരു ഗേൾ ഫ്രണ്ട് വേണമെടാ. എനിക്കൊരു ഗേൾ ഫ്രണ്ട് വേണം. ഹാപ്പി വാലന്റൈൻസ് ഡേ. എവിടെ നോക്കിയാൽ ആ കഴുതയുടെ മരമൊന്നേ ഉള്ളൂ. ഇതായിരിക്കുന്നു. എന്തിനാ ആദ്യം നിങ്ങൾ ഇനി ശത്രുവായി കാണുന്നത്? ഹി ഈസ് നോട്ട് എ ബാഡ് പേഴ്സൺ. എന്തും വെട്ടി തുറന്നു പറയും, അത്രേ ഉള്ളൂ. എന്താ അവന്റെ പ്രേമം മനസ്സിൽ തന്നെ വെച്ചിട്ട് നിങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടല്ലേ പെരുമാറാറ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയോ? നിങ്ങൾക്കും അവനെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് കണ്ടൂടെ? എത്ര നാളാണ് നിന്നെ ഒന്ന് കണ്ടിട്ട്? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ടുവരുമെന്ന്. മീറ്റ് മൈ ഗേൾ ഫ്രണ്ട് റോസി. എന്താടാ അവനിരിക്കുന്നുണ്ടാ? ഓ, വൺ സൈഡ് ലവർ ആര്യ. അവനെ പേടിച്ചിട്ടാണോ? വാടാ.
ഞാനില്ല അവൻ വലിയ ഏയ്, disturbance. എന്ത് ഡിസ്റ്റർബൻസ്? നമ്മളായിരിക്കണം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത്. ഓക്കേ, അതുകൊണ്ട് അളിയാ നീ അവനെ പോയി ഡിസ്റ്റർബ് ചെയ്യ്. എന്താണോ നോക്കുന്നേ? ഇതുവരെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പൊ ഇതാ ഞാൻ വന്നിരിക്കുന്നു. ഇനി ഒരുത്തനും ഇവിടെ കളിക്കില്ല. നീ ചെല്ലടാ, അങ്ങോട്ട് ചെല്ലടാ. ഗോ മാൻ. ബോസ് ബോസ് നിങ്ങൾ എന്നെ ഐ കാണ്ട് ബിലീവ് Disturb ചെയ്തല്ലേ? നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാ ബോസ് ബോസ് ഇങ്ങനൊന്നും സംസാരിക്കരുത്. ഗീത ഹായ് ബോസ്. ഗീത എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നല്ലേ? താങ്ക് യു വെരി മച്ച് ബോസ്. അയ്യോ പറയാൻ മറന്നുപോയി. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗീത. അവരെല്ലാം കൂടെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക് മാത്രമായിട്ട് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ജസ്റ്റ് എസ്കേപ്പ്. എന്ത് പറയുന്നു? ഹായ് ഹായ്. ഞങ്ങൾ ഒന്നായി, അറിഞ്ഞില്ലേ? എടാ ഞങ്ങൾ ഒന്നായടാ. ഇരിക്കുന്നത് പ്ലീസ് കമോൺ. അജയ് ഒരു മിനിറ്റ്. എപ്പോഴും ബോസല്ലേ ഗീത എടുത്തിരിക്കുന്നേ. ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്നും ഇരിക്കട്ടെ. എന്താ ബോസ്? ഗീത ഇരിക്കേ. താങ്ക് യു ബോസ്. ഈ സന്തോഷം പങ്കിടാൻ എല്ലാവർക്കും എന്റെ വക ഐസ്ക്രീം. ബെറർ What you want, sir? 1 വനില. സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി. ബട്ടർ സ്കോച്ച്. റാസ്ബെറി. ചോക്ലേറ്റ്. അപ്പൊ എനിക്കും ചോക്ലേറ്റ്. ചോക്ലേറ്റ് ക്യാൻസൽ വാനില. ഏയ് അതെന്താടി, നിനക്ക് ചോക്ലേറ്റ് അല്ലേ ഇഷ്ടം? തൽക്കാലം ഞാൻ എന്റെ ഇഷ്ടം മാറ്റി. അത് കറക്റ്റ്. ഇഷ്ടങ്ങൾ മാറി വരണം തന്നെയാ എന്റെ ആഗ്രഹം. ശരിയാക്കി തരാം മോനെ. ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷെ ലവിന്റെ കാര്യത്തിൽ അത് വേണ്ട. എങ്ങനെയുണ്ടാ? മിക്കവാറും ഇവൻ എന്റെ കയ്യിൽ നിന്ന് മേടി. ഈ 2 പേരിൽ ഏതെങ്കിലും ഒന്നി തൊട്ടെ. നിക്ക്. ഓ നോ. നിന്റെ ഫ്രാങ്ക്നെസ് എനിക്ക് ഇഷ്ടമായി. ഇനി വല്ല തൊട്ടെ. യെസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്, മൈ ലവ് സക്സസ്. എന്തോന്ന് ലവ് സക്സസ്? നിന്റെ ലവ് എപ്പോഴേ ഫെയിൽ അല്ലടാ. ഈ ജന്മത്തിൽ നിന്നെ ആരും പ്രേമിക്കില്ല, പിന്നെ കിടന്നോട്ട് ലവ് സക്സസ്. യു ആർ റൈറ്റ് ബോസ്. ഇവിടേക്ക് നോക്ക്. ഇവർ തമ്മിൽ പിരിഞ്ഞാലോ? അതെ ബോസ്, എത്ര പേര് അങ്ങനെ വേർപിരിയുന്നത്? ഇന്ന് വാലന്റൈൻസ് ഡേയാ. നോക്ക് എത്ര ജോഡികൾ അത് ഹാപ്പി ആയിട്ട് ആഘോഷിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഇതേ വാലന്റൈൻസ് ഡേക്ക് ഇവർ ഇതേ ലവേഴ്സിനെ കൊണ്ട് വരുന്ന ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കൊല്ലം നീ റാണിയെ കൊണ്ടുവന്നു, ഈ പ്രാവശ്യം റോസി ആയില്ലേ? You cheat. റോസി, റോസി പ്ലീസ്. റോസി, ഇവൻ വെറുതെ കള്ളം പറയാ. Sorry. റോസി, നിക്ക്. റോസി, റോസി ദാ, പ്ലീസ്. നിനക്ക് ഞാൻ ഇതിന് വെച്ചിട്ടുണ്ട്. അവൻ തന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എന്താ ആര്യ ഇത്? വെറുതെ അവരെ പിരിക്കുന്ന കാര്യം ഉണ്ടായിരുന്നോ? നീയും പ്രേമിക്കുന്നവനല്ലേ? നോക്ക് ശാന്തി, ഞാൻ പ്രേമത്തിന്റെ വിശുദ്ധിയിൽ വിശ്വസിക്കുന്നു. പ്രേമം അഭിനയിക്കാനുള്ളതല്ല, അത് ഉള്ളിന്നുണ്ടാവണം, പിടിച്ചു വാങ്ങേണ്ടതുമല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നിട്ടും ബോസ് എന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ താഴേക്ക് ചാടുന്നു പറഞ്ഞ് ഇവൾ കൊണ്ട് ഐ ലവ് യു പറയിച്ചില്ലേ? കണ്ടില്ലേ ശാന്തി, ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ. ഏയ്, അജയ്, ഏയ്